ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചൊരു കിച്ചടിയാണ്. അതിനുവേണ്ടി ഞാൻ വെള്ളരിക്ക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. അതുപോലെ 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും. നമുക്ക് ഈ വെള്ളരിക്കയും പച്ചമുളകും ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇതിട്ട് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒരുപാട് വേണ്ട, ഇങ്ങനെ നെകക്കെ കിടന്നാൽ മതി. നെകക്കെ ഏകദേശം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ വെള്ളരിക്കയ്ക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ വെള്ളരിക്ക വേവുന്നിടം വരെ വേവിക്കണം. ഈ കിച്ചടിക്ക് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ വെള്ളരിക്ക വേവുമ്പോഴത്തേക്കിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇടണം. അതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഇത് അരയ്ക്കണം. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതി. ഇത് പേസ്റ്റാക്കി എടുക്കണം, നല്ലതായിട്ട് അരയ്ക്കണം. അപ്പം ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. ഈ വെള്ളരിക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വേണ്ട വെന്ത് വന്നു കഴിഞ്ഞപ്പം ഒരു ശകലം വെള്ളമേ ഉള്ളൂ. ആ ഒരു പരുവത്തിലിരിക്കണം. അതിലൊരു ശകലം വെള്ളം കാണണം. ഇതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലേ വെക്കാവൂ, ഇല്ലെങ്കിൽ ഇതങ്ങ് അടുക്കി പിടിക്കും. ഇതിനകത്ത് ഇത്രയും വെള്ളമേ ആകാവൂ, നിറയെ വെള്ളമാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിച്ചടി ലൂസായി പോകും. ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. 1 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുള്ളായിരുന്നു. ഇങ്ങനെ തുറന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിന് പച്ചമണം മാറിയേക്കും. ഈ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇവിടെ ഇരുന്ന് കുറച്ചാറട്ടെ. കുറച്ചാറ് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. ഈ കിച്ചടിക്ക് വേണ്ടി ഞാൻ നല്ല കട്ട തൈര് ഉടച്ചെടുത്തതാണ്. നമ്മുടെ മത്തക്കിയിട്ട് ഉടച്ചെടുക്കണം. ഇത് ഒരുപാട് പുളി ആവരുത്, അതുപോലെ ഒട്ടും പുളി ഇല്ലാത്തതും ആവരുത്. ആവശ്യത്തിന് പുളി വേണം, കുറച്ച് പുളി ഉള്ളതായിരിക്കണം, കൂടരുത്. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളരിക്കയുടെ ചൂട് ഒന്ന് പകുതി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങളിത് ചൂടോടെ തൈര് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ തൈര് അങ്ങ് പിരിഞ്ഞ പോലെ ആവും. അതിനാ കുറച്ച് ആറിയിട്ട് ഒഴിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ആദ്യം വെള്ളരിക്ക വേവിക്കാൻ നേരത്ത് ഇട്ടിരുന്നു. ബാക്കി പോരാത്തവിടെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ലോ ഫ്ലെയിമിൽ, ഒരുപാട് ചൂടാവണ്ട, കുറച്ചൊന്ന് ചൂടാവണം. തിളയ്ക്കൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത്രയും മതി. ഇനി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് കടുക് വറുത്തൊഴിക്കണം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതുപോലെ 2-3 വറ്റൽമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.